ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പം ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എയർ ഡ്രോപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഏണിങ്സ് തന്നെ ഈ 2 എയർ ഡ്രോപ്സിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഫ്രീ ആണ് ഇതിലെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് BRC ആപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം BRC20 പ്രൊജക്റ്റുകൾ ഇപ്പം മാർക്കറ്റിൽ നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ BRC20 പ്രൊഡക്റ്റുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ട്രൈ ചെയ്യുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് BRC20 പ്രൊജക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകളുടെയൊക്കെ ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് BRC20 ഡൊമെയിൻ നെയിംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു Q1 2024 ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇവരുടെ ടോക്കണും ഉറപ്പായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നതാണ്. ഇവരുടെ ടോക്കണിൻ്റെ ഐഡിയോ ഒക്കെ ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എയർ ഡ്രോപ്പിൻ്റെ ക്യാമ്പയിനും ഇപ്പം വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു BRC ആപ്പിലൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെഫറൽ കോഡ് അവിടെ വരുന്നതായിരിക്കും. സോ അത് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു യൂസർ നെയിം നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ഓൺ ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാണ് വേണ്ടത്. അതായത് കണക്റ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ഒരു കണക്ട് യുവർ വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇതേറിയം വാലറ്റിൻ്റെ അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. മെറ്റാമാസ്കിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോ ഉള്ള ഇതേറിയം അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദിവസം 5 പോയിൻറ്റ്സ് വെച്ച് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ട്വിറ്ററിൻ്റെ ടാസ്കുകളുണ്ട്. അതായത് അവർ പറയുന്ന ട്വീറ്റുകളിലൊക്കെ ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അങ്ങനത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഓരോ 24 മണിക്കൂറും നിങ്ങൾക്ക് 10 പോയിൻറ്റ്സ് വെച്ച് കിട്ടുന്നതായിരിക്കും. ഇവരുടെ ടോക്കൺ ഈ ഒരു ജനുവരി മാസം ഇറങ്ങും എന്നൊക്കെയാണ് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ നിങ്ങളെ കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നു അതിനനുസരിച്ചായിരിക്കും എയർ ഡ്രോപ്പും കിട്ടാനായിട്ട് പോകുന്നത്. ഇവരുടെ ടോക്കൺ BTCT എന്നാണ് അറിയപ്പെടുന്നത്. ഹോപ്പ്ഫുള്ളി ഇത് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓൾറെഡി ഐഡിയോൻ്റെയൊക്കെ നല്ലൊരു ഹൈപ്പ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ആളുകളും മിസ്സാക്കാതെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് Web3go ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു AI അതുപോലെ തന്നെ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ ബൈനാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈനാൻസിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് ഇതിൽ ചെറിയ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെയിലി പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഭാവിയിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. ഇവരുടെ ട്വിറ്റർ പേജ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ബൈനാൻസിൻ്റെ ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ സെലക്ട് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. കഴിഞ്ഞ ദിവസം സെയിം ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ സെലക്ട് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു NFT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അത് ബൈനാൻസ് ലിസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ലിസ്റ്റിംഗ് വരാനായിട്ട് പോകുന്ന സ്ലീപ്ലെസ് AI എന്ന് പറഞ്ഞ പ്രൊജക്റ്റും ബൈനാൻസിൻ്റെ ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ സെലക്ട് ആയിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റും തീർച്ചയായിട്ടും നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിലും നമുക്ക് പോയിന്റ് സിസ്റ്റം ഉണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു Web3go പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം എത്തുന്നത് എക്സാക്റ്റ് ഈ ഒരു പേജിലായിരിക്കും. ആ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കുക. അപ്പം നമ്മുടെ അവിടെ ലോഗിൻ വിത്ത് മെറ്റാമാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സോ മെറ്റാമാസ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്തിട്ടാണ് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ഏകദേശം ഒരു $0.15 നമ്മൾ മുടക്കേണ്ടി വരും BNB ചെയിനിൽ. പക്ഷേ അത് മുടക്കുന്നത് വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും
നിങ്ങൾ മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ വാലറ്റ് ലോഗിൻ ആയിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു യെല്ലോ ലീഫിൻ്റെ സൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ആ ഒരു യെല്ലോ ലീഫിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മുടെ ഒരു പാസ്പോർട്ട് മിൻറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു പാസ്പോർട്ട് മിൻറ്റ് ചെയ്യാനാണ് നമുക്ക് ഏകദേശം $0.15 വർത്തായിട്ടുള്ള BNB ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങളവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10-12 രൂപ മാത്രമേ നമുക്കിവിടെ ചിലവായിട്ട് വരുന്നുള്ളൂ. നമ്മളിവിടെ മെറ്റാമാസ്കിൽ ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ മിൻ്റായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു മിൻറ്റിങ് പ്രോസസ്സിന് ശേഷമായിരിക്കും നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ മിൻറ്റിങ്ങിന് ശേഷം വീണ്ടും ആ ഒരു യെല്ലോ ലീഫിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഡെയിലി ലോഗിൻ ചെയ്യുമ്പം 10 യെല്ലോ ലീഫ് അല്ലെങ്കിൽ ഗോൾഡൻ ലീഫ് വെച്ച് കിട്ടുന്നതായിരിക്കും. ഇന്ന് ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി, നാളെ 20, പിന്നെ 30, അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ എത്രത്തോളം ഗോൾഡൻ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് അവിടെ പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും. എത്രത്തോളം നമ്മൾ ഗോൾഡൻ ലീവ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർഡ്രോപ്സും കിട്ടാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ കുറേ ക്വിസസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങളിവിടെ ആൻസർ അറിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ടൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് റാൻഡം ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ടിക്ക് മാർക്ക് അതിൽ തന്നെ വരുന്നുണ്ട്. തെറ്റാണെങ്കിൽ ഒരു റെഡ് ഇൻറ്റു മാർക്ക് വരുന്നതായിരിക്കും. സോ നിങ്ങൾ മാറ്റി ഞെക്കുക. അതിൽ കണ്ടോ, ഇപ്പോൾ വന്ന പോലെ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ശരിയിലേക്ക് വെക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് പോവുക. അങ്ങനെ എത്രത്തോളം ക്വിസസ് അതിലുണ്ടോ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 100 ഗോൾഡൻ ലീവ്സ് പോയിൻറ്റ്സ് കിട്ടി. അങ്ങനെ ഇതിനകത്തുള്ള എല്ലാ ക്വിസുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുമ്പം കംപ്ലീറ്റ് ആക്കാത്ത ക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് പിന്നെ നമ്മുടെ ഇമെയിൽ ID കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്വിറ്റർ, അതുപോലെ തന്നെ ഡിസ്കോഡൊക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഗോൾഡൻ ലീവ്സ് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ടാസ്കുകളും നിങ്ങൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നു, ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ബൈനാൻസ് ലിസ്റ്റിംഗ് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ബോട്ടുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറൻറ്റ്ലി ഞാനത് നോക്കിയപ്പോൾ വർക്ക് ആവുന്നില്ല. വെറുതെ ഹായും കാര്യങ്ങളൊക്കെ അയക്കാം. അതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റെഫർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. വളരെ നല്ല 2 ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ആരും മിസ്സാക്കാതിരിക്കുക. രണ്ടാമത്തെ എയർഡ്രോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ഏകദേശം ഒരു $0.15 വർത്തായിട്ടുള്ള BNB മാത്രം ചിലവ് മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും മാക്സിമം ആളുകൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.